ഹായ് ഗൈസ്. അതെ, നിങ്ങളുടെ കറി വെക്കാനൊക്കെ ഒരു സാധനം ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് നെല്ലിക്ക ഇരിപ്പുണ്ട്, സാമ്പാർ പൊടിയും ഉണ്ട്, പരിപ്പുണ്ട്. എന്താ പിന്നെ നമുക്ക് ഒരു നെല്ലിക്ക സാമ്പാർ ഉണ്ടാക്കിയാലോ? നെല്ലിക്ക സാമ്പാർ ഉണ്ടാക്കുന്നത്. നെല്ലിക്ക സാമ്പാർ ഉണ്ടാക്കാൻ ആവശ്യമായ നെല്ലിക്ക, കുറച്ച് മല്ലിയില, ഒരു വലിയ സവാള അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 ചെറിയ തക്കാളി അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. കൂടാതെ ഇതിലേക്ക് സാമ്പാർ പൊടി ആവശ്യമുണ്ട്, കുറച്ച് കായപ്പൊടിയും കൂടി വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചട്ടിയിലേക്ക് ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി വഴണ്ട് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ഒരു 2 സെക്കൻഡ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഈ നെല്ലിക്ക വേവിച്ചെടുക്കാം. നന്നായിട്ട് നെല്ലിക്ക വെന്ത് വരുമ്പോഴത്തേനും നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഒരു കഷ്ണം ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നെല്ലിക്ക സാമ്പാർ റെഡിയായി. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പി എൻ്റെ മകന് കഴിക്കാൻ കൊടുക്കാൻ നോക്കാം. അവൻ എങ്ങനെയാണ് ഇതിൻ്റെ അഭിപ്രായം പറയണമെന്ന് നോക്കണമല്ല, അവൻ്റെ അഭിപ്രായം കൂടി നമുക്കറിയാം. കുറച്ച് കൊഴുവ ഫ്രൈ ചെയ്തതും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കൊടുത്ത് അവൻ്റെ അഭിപ്രായം നമുക്ക് അറിയാം. അങ്ങനെ നമ്മൾ നെല്ലിക്ക സാമ്പാർ ഉണ്ടാക്കിയ കഴിക്കാൻ കൂടിയും ഇങ്ങനെ നോക്കാം. നെല്ലിക്ക കൊള്ളാം. കലക്കി.